ഇത് ചായ കുടിച്ചില്ല പിന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണേ. ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാനിടാം. ഇവിടെ ഒരു 6 മുട്ട എടുക്കുവേ. ഞാൻ കുക്കറിനകത്താണ് പുഴുങ്ങിയെടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് പുഴുങ്ങി കിട്ടും കേട്ടോ. വിസിൽ വരണ്ട. കുക്കർ സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്നവരെ അടച്ചു വെച്ച് ഒരു വിസിൽ വരാറാകുമ്പോഴത്തേക്ക് നിർത്താം. ചിലപ്പം വിസിലൊക്കെ വരും, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പുഴുങ്ങാം. കുക്കറിനകത്തോട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. കുക്കറിനകത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 6 അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് മുട്ട നമുക്ക് 6 വേണ്ടി വരും. ഒരു 5, 6 ഓക്കെ. 6 മുട്ടയായി. അതുകൊണ്ടല്ലേ ഞാൻ കുറച്ച് കാഷ്യൂസ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. റോസ്റ്റഡ് ഒന്നുമല്ല കാഷ്യൂനട്ട്, സാധാരണ റോ കാഷ്യൂനട്ട്. കുറച്ച് വെളുത്തുള്ളി എടുക്കാം. ഇതെൻ്റെ വെളുത്തുള്ളി ബാഗ്. ഇത്രയും വെളുത്തുള്ളി എടുക്കാം കേട്ടോ. ഒരു ടൊമാറ്റോയുടെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ടൊമാറ്റോയുടെ ഹാഫ്, പിന്നെ ഇഞ്ചി, കുറച്ച് ഉള്ളി, ഇത്ര നമുക്ക് അരിഞ്ഞ് എടുക്കാം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. കുക്കറിനകത്തുനിന്ന് വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ അടിക്കും. ഞാൻ നിർത്തുവാണേ. ടൊമാറ്റോ അരിഞ്ഞു, ഉള്ളി അരിഞ്ഞു, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി എനിക്ക് പൊട്ടറ്റോ ചീകി എടുക്കാനുണ്ട്. 2 വലിയ പൊട്ടറ്റോ. അത് വൃത്തിയായിട്ട് എടുക്കാം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് അത് പീസസ് ആക്കട്ടെ. ഇത് നമുക്ക് പതുക്കെ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ചെറിയ, ഒത്തിരി വലുത് വേണ്ട, എന്നാലും ഒത്തിരി ചെറുതൊന്നും വേണ്ട. ഇതുപോലെ കേട്ടോ. ഇച്ചിരി വലുതാണേ, കുറച്ച് വേഗം സമയം എടുക്കും. ഇതൊന്നും കൂടെ നമ്മളെല്ലാം അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചു. കണ്ട നമ്മുടെ മുട്ടകൾ നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുക്കറിനകത്ത് പുഴുങ്ങിയെടുത്തത്. അത് നമുക്ക് വരഞ്ഞെടുക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചു. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചു. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം കാശ്മീരി മുളക് പൊടി കേട്ടോ, ഒരു സ്വല്പം. ഇത് നമുക്ക് ഓരോ മുട്ട ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കുവാണേ. എല്ലാം കൂടെ ഒരുമിച്ച് ഇടുന്നോട്ടെ. ഒരുപാട് ഫ്രൈ ആക്കിയാൽ ഇതിൻ്റെ സ്കിന്നെല്ലാം നല്ല കട്ടിക്കാവുകയെ. ഇതിനകത്തോട്ട് ഞാൻ എന്താ ഇടാൻ പോകണമെന്ന് വെച്ചാൽ ഇനി ഒന്ന് പൊട്ടറ്റോ ഇടാൻ പോവാണേ. പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ കേട്ടോ. എല്ലാ പൊട്ടറ്റോയും ഒരുമിച്ചിടാം. ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ചെയ്യട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളത്തിൽ കിടക്കുന്ന പോപ്പി സീഡും കാഷ്യൂനട്ടും നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കേട്ടോ. മല്ലിയിലയുടെ തണ്ട് ഞാൻ ഉറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇടാം.
കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം അരച്ചെടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ എടുക്കാൻ പോവാണേ. ഇതിന് കുറച്ച് ഗ്രേവിയിൽ കിടന്ന് വേവിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ മസാലയൊക്കെ പിടിക്കണമല്ലോ അതിനകത്ത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുവാണേ. ഞാൻ മാറ്റാൻ പോവാം ഇത്. ഈ എണ്ണ തന്നെ മതി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. ഒന്നായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിന് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കേട്ടോ. ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഇത്ര മല്ലിപ്പൊടി ഞാൻ ഇടുവാണേ. എരിവിന് വേണ്ടി 2 പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല കേട്ടോ. ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം എടുക്കും ഇത്. ഇനി ഇതിനകത്തോട്ട് ആ പൊട്ടറ്റോ ഉണ്ടല്ലോ, നേരത്തെ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്ത പൊട്ടറ്റോ അതിട്ട് കൊടുക്കാം നമുക്ക്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വീണ്ടും ഇളക്കാം നമുക്ക്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇതിനകത്തെല്ലാം മഞ്ഞ കളറുണ്ട്. നമുക്കിത് കുറച്ച് നേരം കൂടെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചില്ലേ കാഷ്യൂനട്ടും പോപ്പി സീഡിൻ്റെയും പേസ്റ്റ്, അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഓൾറെഡി പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്തു. ഇനി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇത്രയും തന്നെ വെള്ളം ആവശ്യമുള്ളൂ. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പം ഞാൻ കുറച്ച് ഗരം മസാല ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയെല്ലാം പറക്കിയിടുക. അപ്പത്തിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ ദോശയുടെ കൂടോ ഒക്കെ നമുക്ക് ഈ കറി കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ഒരു കുറുമയായിരുന്നേ. താങ്ക് യു ഫോർ വാച്ചിങ്.